നാഥൻ എനിക്കായി വസിക്കുന്നിടം, നാഥനിലൊന്നായി ചേരുന്നിടം, തിരുവോസ്തിയായി മാറുന്നിടം, തിരുനിണമായൊഴുകുന്നിടം, സ്വർഗതുല്യമീ ദേവാലയം. നാഥൻ എനിക്കായി വസിക്കുന്നിടം, നാഥനിലൊന്നായി ചേരുന്നിടം, തിരുവോസ്തിയായി മാറുന്നിടം, തിരുനിണമായൊഴുകുന്നിടം, സ്വർഗതുല്യമീ ദേവാലയം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. ബലിവേദിയിലെ സ്നേഹബഹുമാനപ്പെട്ട സഹകാർമ്മികരെ, 120ഓളം ഉള്ള പ്രസിദ്ധേന്തിമാരെ, 120 എന്ന് പറയുന്നത് ബൈബിളിൽ പൂർണ്ണതയുടെ ഒരു സംഖ്യയാണ് കേട്ടോ. മോശ 120 വയസ്സുവരെ ജീവിച്ചിരുന്നു എന്നാണ് നിയമാവർത്തന പുസ്തകം 34-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ പറയുന്നത്. പൂർണ്ണതയാ 40, 40, 40 ദൈവ അനുഭവത്തിൻ്റെ ദിനങ്ങളാണ്, സംഖ്യയാണ് എന്നാണ്. ആ ഒരു ദൈവാനുഭവം ഈ ദിനങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഭവം യഹൂദ ജനതയ്ക്ക് മൂർത്തമായി ലഭിച്ചത് മരുഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോഴായിരുന്നു എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് സങ്കട ദിനങ്ങളായിരുന്നു. മരുഭൂമിയിലാണ് ഈ 40 വർഷക്കാലം ദൈവത്തെ അവർ ചേർത്ത് നിർത്തി വ്യക്തമായി അനുഭവിച്ചത്. ഈ 120 പേരിലും ആ ഒരു അനുഭവം ഉണ്ടാകണം ഈ തിരുനാളിലൂടെ എന്നാണ് സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി
നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സുലോകരാജനേ. സർവൈക ശക്തനാം ദൈവമേ താതനമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ കർത്താവം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തെ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു തനേകനം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ സൽബുദ്ധി മാതാവ് വഴി അങ്ങേ പുത്രന് സമുചിതമായ വാസസ്ഥലം അങ്ങ് സജ്ജമാക്കിയല്ലോ. അങ്ങേ പുത്രന്റെ മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിശുദ്ധ കന്യകയെ എല്ലാ പാപക്കറകളിലും നിന്നും അങ്ങ് കാത്തു രക്ഷിച്ചു.
പരിശുദ്ധ കന്യകയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളെയും നിർമ്മലരാക്കി അങ്ങിലേക്ക് എത്തിച്ചേരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ഇവിടെയാണ്. അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നു. അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു. ഞാൻ അത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും. ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ഇസ്രായേലിന്റെ മഹിമയും ദേശത്തിന്റെ അഭിമാനവുമാണ് നീ. ഇസ്രായേലിന്റെ മഹിമയും ഇസ്രായേലിന്റെ മഹിമയും ദേശത്തിന്റെ അഭിമാനവുമാണ് നീ. ദേശത്തിന്റെ അഭിമാനവുമാണ് നീ. മകളെ, ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതമായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ഇസ്രായേലിന്റെ മഹിമയും ഇസ്രായേലിന്റെ മഹിമയും ദേശത്തിന്റെ അഭിമാനവുമാണ് നീ. ദേശത്തിന്റെ അഭിമാനവുമാണ് നീ. ജനം ദൈവത്തിന്റെ ശക്തി അനുസ്മരിക്കുമ്പോൾ നീ ദൈവത്തിൽ അർപ്പിച്ച പ്രത്യാശ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുപോവുകയില്ല. ഇത് നിനക്കൊരു ശാശ്വത ബഹുമതിയാകാൻ ദൈവം കനിയട്ടെ. ഇസ്രായേലിന്റെ മഹിമയും ഇസ്രായേലിന്റെ മഹിമയും ദേശത്തിന്റെ അഭിമാനവുമാണ് നീ. ദേശത്തിന്റെ അഭിമാനവുമാണ് നീ. സഹോദരരെ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്നു ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയാണ്. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റു നിൽക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ
അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്ത് നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്ത് നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ? ആരാണ് എൻ്റെ സഹോദരർ? തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരനും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മനോഹരമായ ഈ ഒരു ഗ്രാമത്തിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു ദേവാലയത്തിൽ സൽബുദ്ധി മാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന മനോഹരമായ ഒരു ദിവസത്തിൽ നിങ്ങളുടെ മുന്നിൽ തിരുനാൾ സന്ദേശം നൽകുന്നതിന് വേണ്ടി ആയിരിക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്, വലിയൊരു അനുഗ്രഹമായിട്ട് മനസ്സിലാക്കുകയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ചും വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ചൊക്കെ കുഞ്ഞു കുഞ്ഞ് ചെറിയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് ഒരു ചോദ്യം വെച്ച് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എത്ര പേര് പരിശുദ്ധ അമ്മയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്? എത്ര പേര് പരിശുദ്ധ അമ്മയുടെ കയ്യിൽ തൊട്ടിട്ടുണ്ട്? നിങ്ങളുടെ കരങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളോട് ചേർത്ത് വെച്ചിട്ടുണ്ട്? ഞാൻ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ പിടിച്ചിട്ടുണ്ടോ? ചിലരുടെ മുഖത്ത് സംശയം കാണാം, ചിലരുടെ മുഖത്ത് ചെറിയ ചിരി കാണാം, ചിലരുടെ മുഖത്ത് സന്തോഷം കാണാം. ചോദ്യം ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്, പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ ചേർത്തിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരിശുദ്ധ ജപമാല നിങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധ ജപമാല നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ ചേർത്തിട്ടുണ്ട്. ഞാനൊരു കപ്പൂച്ചിൻ സന്യാസിയാണ്. ഒരു കപ്പൂച്ചിൻ വിശുദ്ധൻ തന്നെയായിട്ടുള്ള വിശുദ്ധ പാദ്രിപ്പിയാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കരങ്ങളിൽ പരിശുദ്ധ ജപമാല എടുക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ തന്നെയാണ് നിങ്ങളുടെ കരങ്ങൾ ചേർത്ത് വെക്കുന്നത്. എന്നെ സംബന്ധിച്ച് വീട്ടിലായിരുന്ന സമയത്ത്, സെമിനാരിയിലൊക്കെ ചേരുന്നതിന് മുമ്പ് ഏറ്റവും മടിയുള്ള കാര്യമായിരുന്നു വീട്ടിൽ കൊന്ത ചൊല്ലുക എന്നുള്ളത്, ജപമാല ചൊല്ലുക എന്നുള്ളത്. ഭയങ്കര മടിയായിരുന്നു. എത്ര വൈകിയാലും എൻ്റെ മമ്മി എന്നെ കൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കൊന്ത ചൊല്ലും, ജപമാല ചൊല്ലും. എനിക്ക് അത്രയും മടുപ്പുള്ള ബോറടിക്കുന്ന ഒരു കാര്യം വേറെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് മാക്സിമം എൻ്റെ മമ്മീനെ ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. പല ദിവസവും ഇങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ട് ജപമാല ചൊല്ലും, ശ്രദ്ധിക്കാതെ ചൊല്ലും, ശബ്ദം കുറച്ച് ചൊല്ലും, ചിലപ്പം സ്പീഡ് കൂട്ടി ചൊല്ലും. അതിനൊക്കെ നല്ല അടിയൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ വീട്ടിലായിരുന്ന സമയത്ത്. പിന്നീട് സെമിനാരി ചേർന്ന സമയത്ത് വായിച്ച ഒരു വിശുദ്ധൻ്റെ ജീവിതമുണ്ട്. അത് വിശുദ്ധ പാദ്രെ പിയോയുടെ ജീവിതം തന്നെയാണ്. അപ്പോൾ ഈ ജീവചരിത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഈ വിശുദ്ധൻ ഒരു ദിവസം 40ഓളം ജപമാലകൾ ചൊല്ലിയിരുന്നു എന്നാണ് പറയുക. 40ഓളം ജപമാലകൾ. അതെനിക്ക് ഭയങ്കര ആകർഷണീയമായിട്ട് തോന്നി. ഒപ്പം തന്നെ ഈ വിശുദ്ധൻ്റെ ജീവിതം നോക്കുമ്പം ഒത്തിരി സൂപ്പർ പവേഴ്സൊക്കെ ഉണ്ട് ഈ വിശുദ്ധന്. അതായത് അദ്ദേഹത്തിൻ്റെ അടുത്തൊരാൾ സംസാരിക്കാനായിട്ട് വരുമ്പം ആ വ്യക്തിയുടെ ഹൃദയം അല്ലെങ്കിൽ ഉള്ളിലെ വികാരങ്ങളും വിചാരങ്ങളും തിരിച്ചറിയാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു സമയത്ത് 2 സ്ഥലത്തായിരിക്കാനായിട്ടുള്ള കഴിവ്, ബൈലൊക്കേഷൻ എന്ന് പറയുന്ന കഴിവുണ്ടായിരുന്നു. ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യാനായിട്ടുള്ള സിദ്ധിയൊക്കെ ഈ മനുഷ്യനുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി, ഇദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള സീക്രട്ട് എന്ന് പറയുന്നത് റോസറിയാണ്, ജപമാലയാണ്. ജപമാല ചൊല്ലുന്ന മനുഷ്യനായിരുന്നു. അപ്പം ഞാൻ തീരുമാനിച്ചു, എനിക്ക് ഈ സൂപ്പർ പവേഴ്സൊക്കെ വേണം. അതുകൊണ്ട് ഞാനും ജപമാല ചൊല്ലുമെന്ന് വിചാരിച്ചു. വലിയ ഭക്തി ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ ജപമാല ചൊല്ലുന്നൊരു തീരുമാനം എടുത്തു.
അപ്പം എല്ലാ ദിവസവും എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് രാവിലെ എഴുന്നേക്കും. എന്നിട്ട് ഒരു 4-5 ജപമാലയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചൊല്ലും. അങ്ങനെ കുറേ കാലം അങ്ങനെ കടന്നു പോവുകയാണ്. ഈ സമയത്താണ് വീട്ടിലായിരിക്കുന്ന എൻ്റെ അമ്മ ഒരു ധ്യാനത്തിന് പോകാനായിട്ടിടയായത്. അപ്പോൾ ധ്യാനത്തിനൊക്കെ പോയി നന്നായിട്ട് ധ്യാനമൊക്കെ കൂടി അമ്മ തിരിച്ചു പോന്നു. നമ്മൾ സാധാരണ ഒരാൾ ധ്യാനത്തിനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ചോദിക്കുക, എന്തൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചു, എന്തെങ്കിലും രോഗശാന്തിയൊക്കെ ഉണ്ടായോ, പിന്നെ ഈശോ നിങ്ങളെ തൊട്ടോ, പിന്നെ അടുത്ത് ചോദിക്കുന്ന കൗൺസിലിങ്ങിലൊക്കെ എന്തൊക്കെ പറഞ്ഞെന്നൊക്കെയാണ് ചോദിക്കുക നമ്മൾ സാധാരണ. അപ്പം ഞാനും ഇങ്ങനെ വീട്ടിൽ നമ്മ വിളിച്ചപ്പം ധ്യാനം എങ്ങനെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും രോഗശാന്തിയൊക്കെ കിട്ടിയോ, കൗൺസിലിങ്ങിനൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഇങ്ങനെ ഒരു കൗൺസിലറുടെ അടുത്ത് അമ്മ പോയി. അപ്പം അദ്ദേഹം എന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകാംക്ഷയായി, ദൈവമേ ഇനി എൻ്റെ വല്ല ഉടായിപ്പോ മറ്റെയാണോ കൗൺസിലർ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തതെന്ന് എനിക്ക് ടെൻഷനായി. അപ്പം ഞാൻ ചോദിച്ചു, എന്തൊക്കെയാണ് പറഞ്ഞേ, വ്യക്തമായിട്ട് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളുടെ മകനെ ഇങ്ങനെയാണ് ഈശോ കാണിച്ചു തരുന്നത്. പരിശുദ്ധ അമ്മ അവനെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്, അവൻ്റെ ശരീരത്തിന് ചുറ്റും ജപമാല ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുവെന്ന് പറഞ്ഞു. ജപമാല കൊണ്ട് അവൻ്റെ ശരീരം മൊത്തം ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുവെന്ന് പറഞ്ഞു. അതെന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. അതെന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. കാരണം ഞാൻ ചൊല്ലുന്ന ജപമാലകളൊന്നും വെറുതെയായി പോകുന്നില്ല എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി. ഞാൻ ചൊല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ എന്നെ ഇങ്ങനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതിന് തുല്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അതേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ജപമാലയിൽ നമ്മൾ ചൊല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണത്തിലേക്ക് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിന് തുല്യമാണ്. വിശുദ്ധ ലൂയി മോൺഫോർട്ടാണ് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുക, ജപമാല ചൊല്ലുന്ന ഒരാത്മാവും നശിച്ചു പോകുന്നില്ല, ഇത് ഞാൻ എൻ്റെ രക്തം കൊണ്ട് എഴുതി ഒപ്പിട്ട് തരാം. പരിശുദ്ധ ജപമാല ചൊല്ലുന്ന ഒരാത്മാവും നശിച്ചു പോകുന്നില്ല, ഇതെൻ്റെ രക്തം കൊണ്ട് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും നിറയണമെങ്കിൽ കുടുംബമായിട്ടിരുന്ന് പരിശുദ്ധ ജപമാല ചൊല്ലണമെന്ന് പറഞ്ഞത് 10-ാം പിയൂസ് മാർപ്പാപ്പയാണ്. എ കാത്തലിക് വിത്തൗട്ട് എ റോസറി ഇറ്റ്സ് ലൈക്ക് എ സോൾജിയർ വിത്തൗട്ട് എ വെപ്പൺ എന്നാണ് പറയുക. ജപമാലയില്ലാത്ത ഒരു കത്തോലിക്കൻ കയ്യിൽ ആയുധമില്ലാതെ യുദ്ധകളത്തിൽ നിൽക്കുന്ന ഒരു പടയാളിക്ക് സമനാണെന്നാണ് പറയുക. പരിശുദ്ധ ജപമാലയിൽ നിങ്ങൾ ഉരുട്ടുന്ന ഓരോ ജപമണികളും സാത്താൻ്റെ കോട്ടകളെ തകർക്കുന്ന വെടിയുണ്ടകളാണെന്ന് പറഞ്ഞത് വിശുദ്ധ ഡോൺ ബോസ്കോയാണ്. ഇന്ന് നിങ്ങളോടും പറയാനായിട്ട് പരിശുദ്ധ അമ്മ എനിക്ക് നൽകുന്ന ഇതാണ്, കരങ്ങളിൽ ജപമാല എടുക്കുക. ജപമാലയോടുള്ള ഒരു പ്രത്യേക ഭക്തിയും സ്നേഹവും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഉണ്ടാകട്ടെ. കരങ്ങളിൽ ജപമാല എടുക്കുന്നവൻ അവൻ്റെ കരങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളോട് ചേർത്ത് പിടിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ന് ഒരു മരത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട് ശരീരത്തിൽ നിറയെ അമ്പുകളുമായി നിൽക്കുന്ന ഒരു കോമളനായ യുവാവിനെ നമ്മൾ ഇന്ന് അനുസ്മരിക്കുകയാണല്ലോ. മറ്റാരുമല്ല, വിശുദ്ധ സെബസ്ത്യാനോസ് തന്നെയാണ്. ഒരു ചെറുപ്പക്കാരൻ അല്ലേ, റോമാ സാമ്രാജ്യത്തിലെ വലിയൊരു പട്ടാള മേധാവിയാകാമായിരുന്ന അദ്ദേഹം ക്രിസ്തുവിനോടുള്ള തൻ്റെ സ്നേഹവും ക്രിസ്തുവിനോടുള്ള തൻ്റെ വിധേയത്വവും ഏറ്റുപറഞ്ഞതിൻ്റെ പേരിൽ, ക്രിസ്തുവിനുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞതിൻ്റെ പേരിൽ അമ്പുകളാൽ എയ്യപ്പെടുകയാണ്. മരണത്തിൻ്റെ അറ്റത്ത് നിന്നും രക്ഷപ്പെട്ട ആ മനുഷ്യൻ വീണ്ടും സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ഗദ കൊണ്ടടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നതെന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ സെബസ്ത്യാനോസിനെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം വാക്യമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? കനിയു സ്നേഹപിതാവേ, നീറുമൻ മാനസമോടെ അർപ്പിക്കും നിൻ
മുന്നിലായൻ ജീവിത താലമിതാ കനിയു സ്നേഹപിതാവേ നീറുമെൻ മാനസമോടെ അർപ്പിക്കും നിൻ മുന്നിലായൻ ജീവിത താലമിതാ കനിയു സ്നേഹപിതാവേ. സ്വർഗപിതാവേ നിന്നെ മറന്നു ഞാൻ തിന്മകൾ ചെയ്തു പോയി. സ്വർഗപിതാവേ നിന്നെ മറന്നു ഞാൻ തിന്മകൾ ചെയ്തു പോയി. കനിയോ എന്നിൽ ഈ ദുഃഖ ജീവിതം ഒരു സ്നേഹബലിയായി തീരുവാൻ നിൻ തിരുസവിധം നാഥാ അർപ്പിക്കും ഞാൻ കാഴ്ചയാ. കനിയു സ്നേഹപിതാവേ. കീഴുപാടത്തിൻ പൊൻപുണ്യമേ സദ്ബുദ്ധി മാതാവേ സ്വസ്തി. ആശയോടണയും ഞങ്ങളെ നിൻ ഈശോ തന്നരികിൽ ചേർക്കണമേ. കീഴുപാടത്തിൻ പൊൻപുണ്യമേ സദ്ബുദ്ധി മാതാവേ സ്വസ്തി. ആശയോടണയും ഞങ്ങളെ നീ ഈശോ തന്നരികിൽ ചേർക്കണമേ. നാഥാനുഗ്രഹിക്കാം ക്രിസ്തു അനുഗ്രഹിക്കാം. നാഥാനുഗ്രഹിക്കാം നിൻ സുതരേ അനീശം ക്രിസ്തു ശ്രവിച്ചിടണേ. ഞങ്ങൾ തൻ പ്രാർത്ഥനകൾ ക്രിസ്തു കൈക്കൊള്ളണമേ. ഞങ്ങൾ തൻ പ്രാർത്ഥനകൾ സ്വർഗസ്ഥനായ താതാ ഞങ്ങളെ പാലിക്കണേ. രക്ഷക ദൈവസുതാ ഞങ്ങളെ പാലിക്കണേ. ദൈവമാം ശുദ്ധാരൂപി ഞങ്ങളെ പാലിക്കണേ. ത്രിത്വൈക ദൈവമേ നീ ഞങ്ങളെ പാലിക്കണേ. പരിശുദ്ധയാം മറിയേ
ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ ദിവ്യമാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ധന്യകൾ ധന്യധന്യേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ ദിവ്യമാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദൈവപ്രസാദമാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഏറ്റവും ശുദ്ധമാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ചാരിത്ര ശുദ്ധമാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ലംഘനഹീനമാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. മാലിന്യമുക്തമാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സ്നേഹസംയോഗ്യമാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്ഭുത പാത്രമാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സദ്ബുദ്ധി തന്റെ മാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സൃഷ്ടിതാവിന്റെ മാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. രക്ഷിതാവിന്റെ മാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിവേകപൂർണ കന്യേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സംപൂജ്യയായ കന്യേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിഖ്യാതയായ കന്യേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പ്രാബല്യമേറും കന്യേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കാരുണ്യപൂർണ്ണ കന്യേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിശ്വസ്തയായ കന്യേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നീതിതൻ ദർപ്പണമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ജ്ഞാനസിംഹാസനമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നാഥാനുഗ്രഹിക്കാം, ക്രിസ്തു അനുഗ്രഹിക്കാം,
നിൻ സുതരയാനീശൻ ക്രിസ്തു ശ്രവിച്ചിടണേ. ഞങ്ങൾ തൻ പ്രാർത്ഥനകൾ ക്രിസ്തു കൈക്കൊള്ളണമേ. ഞങ്ങൾ തൻ പ്രാർത്ഥനകൾ സ്വർഗസ്ഥനായ താതാ ഞങ്ങളെ പാലിക്കണേ. രക്ഷക ദേവസുതാ ഞങ്ങളെ പാലിക്കണേ. ദൈവമാം ശുദ്ധാരൂപി ഞങ്ങളെ പാലിക്കണേ. ത്രിത്വൈക ദൈവമേ നീ ഞങ്ങളെ പാലിക്കണേ. പരിശുദ്ധയാം മരിയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ ദിവ്യമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കന്യക ധന്യധന്യേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ ദിവ്യമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദൈവപ്രസാദമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഏറ്റവും ശുദ്ധമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ചാരിത്ര ശുദ്ധമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ലംഘനഹീനമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദൈവപ്രസാദമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഏറ്റവും ശുദ്ധമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ചാരിത്ര ശുദ്ധമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ലംഘനഹീനമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. മാലിന്യമുക്തമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സ്നേഹസംയോഗ്യമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്ഭുത പാത്രമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സൽബുദ്ധി തന്റെ മാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സൃഷ്ടിതാവിൻ്റെ മാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.
രക്ഷിതാവിൻ്റെ മാതേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിവേകപൂർണ കന്യേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സംപൂജ്യയായ കന്യേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിഖ്യാതയായ കന്യേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പ്രാബല്യമേറും കന്യേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കാരുണ്യപൂർണ കന്യേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിശ്വസ്തയായ കന്യേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നീതിദർപ്പണമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ജ്ഞാനസിംഹാസനമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ആനന്ദകാരണമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ആത്മീയ സമ്പാദ്രമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. മാന്യത സമ്പാദ്രമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഭക്തിയിടും പാത്രമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. മൗതിക റോസാപ്പൂവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദാവീദിൻ പ്രകാരമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദന്തത്തിൻ പ്രകാരമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സ്വർണ സമാലയമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വാഗ്ദാന പേടകമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സ്വർഗത്തിൻ്റെ വാതിലേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പ്രഭാത നക്ഷത്രമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. രോഗികൾക്കാരോഗ്യമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ സൽബുദ്ധി മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധ സൽബുദ്ധി മാതാവിന്റെ മാധ്യസ്ഥ ശക്തിയാ നിങ്ങളേവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. പരിശുദ്ധ അമ്മയോടുള്ള
കീഴുപാടത്തിൻ പൊൻപുണ്യമേ സദ്ബുദ്ധി മാതാവേ സ്വസ്തി. ആശയോടണയും ഞങ്ങളെ നീ ഈശോ തന്നരികിൽ ചേർക്കണമേ. കീഴുപാടത്തിൻ പൊൻപുണ്യമേ സദ്ബുദ്ധി മാതാവേ സ്വസ്തി. ആശയോടണയും ഞങ്ങളെ നീ ഈശോ തന്നരികിൽ ചേർക്കണമേ. എന്റെ അമ്മേ എന്നാശ്രയമേ കീഴുപാടത്തിൻ വെൺതാരകേ ഞങ്ങൾക്കായി എന്നെന്നും പ്രാർത്ഥിക്കണേ. എന്റെ അമ്മേ എന്നാശ്രയമേ കീഴുപാടത്തിൻ വെൺതാരകേ ഞങ്ങൾക്കായി എന്നെന്നും പ്രാർത്ഥിക്കണേ. ഉഷകാല താരമായെന്നും ഉണർവേകിടുന്നമ്മ നീയേ. ഉഷകാല താരമായെന്നും ഉണർവേകിടുന്നമ്മ നീയേ. കരയുന്ന മക്കളാം ഞങ്ങളെ നിൻ കാപ്പയിൽ പൊതിയൂ നല്ല മാതേ. കരയുന്ന മക്കളാം ഞങ്ങളെ നിൻ കാപ്പയിൽ പൊതിയൂ നല്ല മാതേ. എന്റെ അമ്മേ എന്നാശ്രയമേ കീഴുപാടത്തിൻ വെൺതാരകേ ഞങ്ങൾക്കായി എന്നെന്നും പ്രാർത്ഥിക്കണേ. എന്റെ അമ്മേ എന്നാശ്രയമേ കീഴുപാടത്തിൻ വെൺതാരകേ ഞങ്ങൾക്കായി എന്നെന്നും പ്രാർത്ഥിക്കണേ. ഉഷകാല താരമായെന്നും ഉണർവേകിടുന്നമ്മ നീയേ. ഉഷകാല താരമായെന്നും ഉണർവേകിടുന്നമ്മ നീയേ. കരയുന്ന മക്കളാം ഞങ്ങളെ നിൻ കാപ്പയിൽ പൊതിയൂ നല്ല മാതേ. കരയുന്ന മക്കളാം ഞങ്ങളെ നിൻ കാപ്പയിൽ പൊതിയൂ നല്ല മാതേ. എന്റെ അമ്മേ എന്നാശ്രയമേ കീഴുപാടത്തിൻ വെൺതാരകേ ഞങ്ങൾക്കായി എന്നെന്നും പ്രാർത്ഥിക്കണേ. എന്റെ അമ്മേ എന്നാശ്രയമേ കീഴുപാടത്തിൻ വെൺതാരകേ ഞങ്ങൾക്കായി എന്നെന്നും